അപ്പോൾ സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ജൂൺ 26 നമ്മളെല്ലാവരും ലോക ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുകയുണ്ടായി. അന്ന് ലോകം മുഴുവൻ ലഹരി വിരുദ്ധമായ ഒരു ദിനമായിട്ടാണ് ആഘോഷിച്ചത്. അന്നേ ദിവസം സ്കൂളുകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എല്ലാവരും തന്നെ അതിനെതിരെ പ്രതിജ്ഞയെടുക്കുന്നതും ലഹരി എങ്ങനെയാണ് ഒരു വ്യക്തിയെ നശിപ്പിക്കുന്നത് എന്ന് ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകാം, അല്ലേ? നമ്മുടെ വീടുകളിലും നമ്മൾ കാണുന്ന ഒരു പ്രധാന സംഭവമാണ് ലഹരിക്ക് അടിമപ്പെട്ട ആരെങ്കിലും. പലപ്പോഴും വീട്ടിൽ സ്വസ്ഥത പോലും ഇല്ലാത്ത അവസ്ഥയുണ്ടാകാറ്. ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് സ്വന്തം ഭാര്യയെയും മക്കളെയും തല്ലിച്ചതയ്ക്കുന്ന അപ്പന്മാരും അതുപോലെ മക്കൾ പോലും അമ്മമാരുടെ കണ്ണുനീരിന് കാരണമായി തീരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്നിട്ട് പലപ്പോഴും നമ്മൾ പറയും സർക്കാർ പോലും ലഹരി വിരുദ്ധതയ്ക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. പക്ഷേ അനുദിനം പുതിയ പുതിയ ബാറുകൾ കൂടുതലായിട്ട് കടന്നു വരുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം. ബാറുകൾ അടച്ചുപൂട്ടുക എന്ന് പറഞ്ഞ് സമരം ചെയ്തവർ തന്നെ പുതിയ പുതിയ ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് അവർ ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്നത് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് ജൂൺ 26 നാട്ടിലുള്ള എല്ലാവരും തന്നെ ഈ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലുന്ന അവസരത്തിൽ അന്നേ ദിവസം നാടിന് നടുക്കിയ ഒരു കൊലപാതകം 27 പത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദീപിക ദിനപത്രത്തിലെ 3-ാം പേജിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ കാണുന്ന ഒരു വാർത്ത ഇതാണ്: ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ തന്നെ നാടിന് നടുക്കിയ ഒരു അരുംകൊല. പള്ളിക്കത്തോട് ഇളംപള്ളിയിൽ നടന്ന ഒരു കൊലപാതകത്തെക്കുറിച്ചാണ് അതിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. സിന്ധു എന്ന് പറയുന്ന ഒരു 45-കാരിയെ 25 വയസ്സുള്ള അരവിന്ദ് എന്ന മകൻ വാക്കത്തി കൊണ്ട് കഴുത്തിൽ വെട്ടി കൊന്നു എന്നുള്ളൊരു വാർത്ത. അതിനുശേഷം ഈ അരവിന്ദ് ചെയ്ത ഒരു കാര്യം പത്രത്തിൽ എഴുതുന്നുണ്ട്. അതിപ്രകാരമാണ്: തൻ്റെ അമ്മയെ കൊലപ്പെടുത്തിയതിന് ശേഷം അരവിന്ദ് അയൽപ്പക്കത്ത് ചെന്ന് ഞാൻ എൻ്റെ അമ്മയെ വെട്ടിക്കൊന്നു എന്ന് പറയും. ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട്, പ്രത്യേകിച്ച് കഞ്ചാവ് ഉപയോഗിച്ച് ഒരു മാനസിക നില തെറ്റിയ ഒരു അവസ്ഥയിലായിരുന്നു അരവിന്ദ്. മുമ്പ് പലപ്പോഴും കഞ്ചാവ് കേസുമായിട്ട് ബന്ധപ്പെട്ട് അവനെ പിടിച്ചിട്ടുണ്ടെന്ന് പോലും പറയുമ്പോൾ അതിനുശേഷവും ആ വ്യക്തിയെ ഇതുപോലെ തന്നെ വളരാൻ അനുവദിക്കുന്നത് ശരിയാണോ എന്നൊരു ചോദ്യമുണ്ട്. ഇന്ന് പലയിടത്തും നമ്മൾ കാണുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിൽ പോലും ലഹരി കൂടുന്ന ഒരു സമയം. ഈ അടുത്ത് വരുന്ന പല വീഡിയോസിലും നമ്മൾ കാണുന്ന ഒരു കാര്യം, പെൺകുട്ടികൾ പോലും പുക വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. അതും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. പലരും അവർക്ക് ലഹരി കൊണ്ടു കൊടുക്കുമ്പോൾ അത് ഉപയോഗിക്കുന്നു. മാത്രമല്ല, അതിന് ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ നമുക്ക് സ്കൂളിലെ അധികൃതർക്ക് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ മാതാപിതാക്കൾ പോലും ഇന്ന് അവരെ തിരുത്താൻ ഭയപ്പെടുന്നു. കാരണം ഭയപ്പെടുത്തുന്നതിൻ്റെ പ്രധാന കാരണത്തിൻ്റെ ഒരു ഉദാഹരണമാണ് ആ ഒരു വാർത്ത എന്ന് പറയുന്നത്. ആ അമ്മയെ വളരെ ദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തിയപ്പോൾ പോലും ഞാൻ വെട്ടിക്കൊല്ലുന്നത് എൻ്റെ സ്വന്തം അമ്മയെ ആണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു മാനസിക ആരോഗ്യം ആ വ്യക്തിക്കുണ്ടായിരുന്നില്ല. പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് ലഹരി നമ്മൾ ഓരോരുത്തരെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടായിരിക്കാം പൗലോസ് ശ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ നമ്മുടെ ജഡമോഹങ്ങളെക്കുറിച്ച് ഒരു വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിന് നമ്മൾ അടിമപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നാശത്തെക്കുറിച്ചാണ് ഗലാത്യക്കാർക്ക് പൗലോസ് ശ്ലീഹ വലിയൊരു ഉപദേശം കൊടുക്കും. തീർച്ചയായും അതുപോലെയുള്ള ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ആവശ്യമാണ്. കാരണം ഈ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു വ്യക്തിയെ നശിപ്പിക്കുന്നത്? ആ ലഹരി ഉപയോഗിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? സ്വന്തം അമ്മയെ തിരിച്ചറിയാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ആ മകൻ എത്തിയിട്ടുണ്ടെങ്കിൽ ആ ലഹരി എത്രമാത്രം അവനെ നശിപ്പിച്ചിട്ടുണ്ടാകാം. കുഞ്ഞുമക്കളെ ഇന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. പല രീതിയിലും ഇന്ന് ലഹരി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ചിലപ്പോൾ ചെറിയൊരു മിഠായിയുടെ രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. ഇന്ന് പലയിടത്തും കുട്ടികളെ ലഹരിക്ക് അടിമയാക്കുന്നത് എങ്ങനെയാണ്? ഒരു മിഠായി കൊടുക്കുമ്പോൾ വളരെ സ്നേഹത്തോടെ ഒരു അങ്കിൾ വിളിച്ച് മോനെ ഒരു മിഠായി കഴിച്ചോ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചാടി അത് മേടിക്കും. കാരണം ഒരു മിഠായി അല്ലേ, നമ്മൾ മറ്റൊന്നും ചിന്തിക്കുന്നത്. പക്ഷേ ഇന്ന് ആ രൂപത്തിൽ പോലും ലഹരി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അത് വലിയൊരു അപകടമാണ്. അതുകൊണ്ട് തന്നെയാണ് മാതാപിതാക്കൾ മക്കളെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത്. നിങ്ങൾ പുറത്തേക്ക് മക്കളെ വിടുമ്പോൾ അന്യരുടെ കയ്യിൽ നിന്ന് ഒരു ഭക്ഷണ സാധനങ്ങൾ വാങ്ങി കഴിക്കാൻ അനുവദിക്കരുത്. അത് ചെയ്യാൻ പാടില്ലെന്ന് മക്കളോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അത് വലിയ ആപത്ത് ഉണ്ടാക്കുന്ന ഒരു കാര്യം. കാരണം പതിയെ ആ മിഠായി ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവരെത്തുന്നു. MDMA കുറിച്ചൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഒരു പഞ്ചസാര തരി പോലെ ഇരിക്കുന്നൊരു സംഭവമാണ്. പക്ഷേ അല്പം ഒന്ന് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അതിനടിമയായി മാറുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അതുപോലെ പോലും ഇന്ന് സമൂഹത്തിൽ വലിയൊരു അപകടം പതിയിരിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ അതിനെതിരെ പോരാടുവാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കും, അല്ലേ? മദ്യവിരുദ്ധ സമിതികൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നവരായിട്ട് നമ്മൾ മാറണം. മക്കളെ ലഹരിയിൽ നിന്ന് മാറ്റി നിർത്തുവാൻ നമ്മൾ പരിശ്രമിക്കണം. ഒരു തരത്തിലും ലഹരി നമ്മുടെ ജീവിതത്തിൽ നാശം വിതയ്ക്കാൻ പാടില്ല. ആ ഒരു ബോധ്യത്തോടുകൂടെ ചെറുപ്രായത്തിൽ തന്നെ മക്കളെ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി പറഞ്ഞ് പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായും വളരുന്ന തലമുറ അതിനെതിരെ നിൽക്കുന്നവരായിട്ട് മാറും. അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരായിട്ട് മാതാപിതാക്കളെ നിങ്ങൾ മാറുക. കാരണം മക്കളോട് എന്ത് പറഞ്ഞാലും ഇന്ന് എന്താണ് ചെയ്യാൻ പറ്റാത്തതെന്ന് അറിയാത്തൊരവസ്ഥയാണ്.
എന്ത് വേണമെങ്കിലും ഒരു ചെറിയ കാര്യം, നിസ്സാര കാര്യത്തിന് പോലും ആത്മഹത്യ ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആ മക്കളുടെ ഇടയിലേക്ക് നല്ല രീതിയിൽ അവരെ വേദനിപ്പിക്കാതെ അതിൻ്റെ ദോഷഫലങ്ങൾ എന്താണെന്ന് കാണിച്ചു കൊടുക്കുകയും അത് കൃത്യമായിട്ട് അവരെ പഠിപ്പിക്കുക. മകനെ, മകളെ, നിങ്ങളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം നാശമായി മാറും, നിൻ്റെ ജീവിതം നശിച്ചു പോകും, നിനക്കൊരു ഉയർച്ച ഉണ്ടാകില്ല, നിനക്ക് മാനസികമായ ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ടാകും, നിന്നെ സമൂഹം മാറ്റി നിർത്തും, നീ ഒറ്റപ്പെട്ടു പോകും എന്നെല്ലാം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ ഒരുപക്ഷെ നമ്മുടെ തലമുറ വീണ്ടും കൂടുതൽ ശക്തിയോടുകൂടെ നമ്മൾ പണ്ടത്തെ ഒരവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. അതായത് സുബോധത്തോടെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, എപ്പോഴും അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു യുവ സമൂഹത്തെയാണ് നമുക്ക് ആവശ്യം. അതിനുവേണ്ടി നമുക്ക് ഒരുമയോടെ മുന്നേറാം, ഒരുമയോടെ ലഹരിക്കെതിരെ പോരാടാം. അങ്ങനെ നമ്മുടെ ഈ സമൂഹത്തെ ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു സമൂഹമാക്കി മാറ്റിയെടുക്കുവാൻ നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം. അപ്പോൾ അതിന് ഈ ഒരു വീഡിയോ നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കും.